ഹലോ. ലോക സാഹിത്യ ഭൂപടത്തിൽ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തെ അടയാളപ്പെടുത്തിയ കൃതിയാണ് അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇത് കേവലം ഒരു കുടുംബകഥയല്ല, അത് പ്രണയത്തിന്റെയും ജാതിയുടെയും വലിയ ലോകത്തെ കുഞ്ഞു കാര്യങ്ങളിലൂടെ കാണിക്കുന്ന കഥയാണ്. 1969 അയ്മനത്തിന്റെ പശ്ചാത്തലത്തിൽ മീനച്ചിലാറിന്റെ തീരത്ത് ജീവിച്ച രണ്ട് കുട്ടികൾ, എസ്തയും റാഹേലും. അവരിലൂടെയാണ് നാം ഈ ലോകത്തെ കാണുന്നത്. അയ്മനത്തെ ആയില്യ മേനോൻ കുടുംബത്തിന്റെ തകർച്ചയുടെയും അതിനിടയിൽ പൂത്തുലഞ്ഞ ഒരു നിഗൂഢ പ്രണയത്തിന്റെയും കഥയാണിത്. കഥയുടെ കേന്ദ്രം അയ്മനത്തെ തറവാടാണ്. അവിടെ പപ്പു എന്ന ഇംപീരിയൽ എന്റമോളജിസ്റ്റും ഭാര്യ മാമ്മച്ചിയും ജീവിക്കുന്നു. അവരുടെ മക്കളായ ചാക്കോയും അമ്മുവും. ലണ്ടനിൽ നിന്ന് പഠിച്ച് മടങ്ങിയെത്തിയ ചാക്കോയ്ക്ക് ഒരു ഇംഗ്ലീഷുകാരി ഭാര്യയും മകളുമുണ്ട്. ഭാര്യ മാർഗരറ്റ്, മകൾ സോഫി മോൾ. എന്നാൽ നമ്മുടെ നായിക അമ്മുവാണ്. വിവാഹബന്ധം വേർപ്പെടുത്തി തന്റെ ഇരട്ട കുട്ടികളായ എസ്തയോടും റാഹേലിനോടുമൊപ്പം സ്വന്തം വീട്ടിൽ അഭയം തേടിയവൾ. പക്ഷെ ആ വീട്ടിൽ അവൾക്കും അവളുടെ കുട്ടികൾക്കും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. കുഞ്ഞമ്മമ്മ എന്ന ബേബി കൊച്ചമ്മയുടെ കണ്ണിലെ കരടാണ് അമ്മുവും അവളുടെ മക്കളും. ഇവിടെയാണ് ഈ കഥയിലെ കുഞ്ഞു കാര്യങ്ങളുടെ ദൈവം, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, പ്രത്യക്ഷപ്പെടുന്നത്. അത് വെലുത്തയാണ്, ഒരു പുലയ യുവാവ്. മാമ്മച്ചിയുടെ അച്ചാറ് കമ്പനിയിലെ മിടുക്കനായ തൊഴിലാളിയാണ്. എസ്തയ്ക്കും റാഹേലിനും അവൻ വലിയൊരു സുഹൃത്താണ്. എന്നാൽ അമ്മുവും വെലുത്തയും തമ്മിൽ ഉടലെടുക്കുന്ന പ്രണയം അയ്മനത്തെ തറവാടിന്റെ ചുമരുകളെ വിറപ്പിച്ചു. സ്നേഹ നിയമങ്ങൾ, ആരെ സ്നേഹിക്കണം, എങ്ങനെ സ്നേഹിക്കണം, എത്രത്തോളം സ്നേഹിക്കണം എന്ന് സമൂഹം നിശ്ചയിച്ചിരുന്ന കാലം. ആ നിയമങ്ങളെ അവർ ലംഘിച്ചു. ഒരു ഉയർന്ന ജാതിയിലുള്ള സ്ത്രീയും താഴ്ന്ന ജാതിയിലുള്ള പുരുഷനും തമ്മിലുള്ള ആ ബന്ധം ദുരന്തത്തിലേക്ക് വഴിയൊരുക്കുന്നു. കഥ മാറുന്നത് ചാക്കോയുടെ മകൾ സോഫി മോൾ അയ്മനത്തെത്തുന്നതോടെയാണ്. കുട്ടികളെല്ലാവരും കൂടി ഒരു രാത്രി വഞ്ചിയിൽ മീനച്ചിലാർ കടക്കാൻ ശ്രമിക്കുന്നു. അവിടെ വിധി കാത്തുവച്ചത് വലിയൊരു ദുരന്തമായിരുന്നു. വഞ്ചി മറിഞ്ഞു, സോഫി മോൾ മുങ്ങി മരിച്ചു. ഈ മരണം ബേബി കൊച്ചമ്മയ്ക്ക് ആയുധമായി മാറി. അവർ ആ മരണം വെലുത്തയുടെ തലയിൽ കെട്ടിവെച്ചു. അമ്മുവിനെ അപമാനിക്കാനും വെലുത്തയെ നശിപ്പിക്കാനും അവർ പോലീസിനെ കൂട്ടുപിടിച്ചു. ഭരണകൂടത്തിന്റെ ക്രൂരതയ്ക്കിരയായി വെലുത്ത കൊല്ലപ്പെടുന്നു. അമ്മുവിന് തന്റെ മക്കളെ നഷ്ടപ്പെടുന്നു. ഒടുവിൽ അവളും ഏകാന്തതയിൽ മരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം എസ്തയും റാഹേലും വീണ്ടും അയ്മനത്ത് കണ്ടുമുട്ടുന്നു. അവരുടെ ബാല്യകാലം മോഷ്ടിക്കപ്പെട്ടു, അവരുടെ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടു. കുഞ്ഞു കാര്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പലതുമാണ് ജീവിതത്തിന്റെ ഗതി മാറ്റുന്നത് എന്ന് അരുന്ധതി റോയി നോവലിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. നഷ്ടപ്പെട്ട പ്രണയത്തിന്റെയും തകർന്നുപോയ കുടുംബ ബന്ധങ്ങളുടെയും മാറ്റമില്ലാത്ത ജാതി വ്യവസ്ഥയുടെയും നൊമ്പരപ്പെടുത്തുന്ന ചിത്രമാണ് ഈ നോവൽ. നാളെ എന്ന വാക്കിന് ഈ കഥയിൽ വലിയ അർത്ഥമുണ്ട്. കാരണം അമ്മുവിനും വെലുത്തയ്ക്കും നാളെകൾ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? മീനച്ചിലാറിന്റെ തീരത്തെ ഈ കഥ നിങ്ങളുടെ ഉള്ളിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കിയത്?